ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസിന് പറ്റിയ 2 ടേബിൾ ഡെക്കേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഹാർഡ് ബോർഡിൽ നമുക്ക് കുറച്ച് ഹൗസിന്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പല ഷേപ്പിലുള്ള ഹൗസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വൈറ്റ് മാർക്കർ ഉപയോഗിച്ച് ജിഞ്ചർ ബ്രെഡ് സ്റ്റൈലില് ഇങ്ങനെ ഡിസൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഉപയോഗിച്ച മാർക്കർ ഉപയോഗിച്ച് വരച്ചപ്പോഴത്തേക്ക് അതിന്റെ ഇങ്ക് അബ്സോർബ് ആയി പോയിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഈ മാർക്കർ കിട്ടിയത്. ഇത് നല്ല ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. ഹൗസുകൾ കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെൻസിൽസ് ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് അത് വെച്ച് നമുക്ക് ഹൗസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇതിന് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ജെസ്സോ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ജെസ്സോ ഉപയോഗിച്ച് മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. മാർക്കർ ഉപയോഗിച്ച് വരച്ചതിൽ തന്നെ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ജെസ്സോ വെച്ച് ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല ഷേപ്പിലുള്ള ഹൗസുകൾ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ഫ്രെയിം വേണം. അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാൻവാസ് ബോർഡാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഇങ്ങനെയൊക്കെ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ 3D എഫക്റ്റിൽ പല ഹൗസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു വിന്റർ വില്ലേജ് പോലെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഞാനിതിൻ്റെ കൂടെ ട്രീയുടെ ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പീസും കൂടെ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കോട്ടൺസോ അല്ലെങ്കിൽ പോളിസ്റ്റർ സിന്തറ്റിക് ഫില്ലറോ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3D എഫക്റ്റ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി ഒരു സ്നോ വീണതുപോലെയൊക്കെ തോന്നാൻ വേണ്ടി സ്നോ മേക്കിംഗ് പൗഡർ യൂസ് ചെയ്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജിഞ്ചർ ബ്രെഡ് വില്ലേജ് സെറ്റ് ചെയ്തെടുത്തു. ഇത് പിൻട്രസ്റ്റിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഒയാസിസ് ബ്രിക്ക് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 ക്യാൻഡിൽസ് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പൈൻ ലീവ്സ് കുത്തി കൊടുക്കുന്നുണ്ട്. പല സൈസിലുള്ള ക്രിസ്മസ് ട്രീ ഇതിനകത്ത് നമുക്ക് വെച്ചു കൊടുക്കാം. കുറച്ച് ബെറീസും അതുപോലെ ലീഫും ഒക്കെ വെച്ച് ഇത് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു നല്ല ടേബിൾ റണ്ണറും ഒക്കെ വിരിച്ച് നമുക്കിത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഗർഭിണിയായ മേരിയെ കഴുതപ്പുറത്തിരുത്തി ജോസഫ് ബേത്ലഹേമിലേക്ക് പലായനം ചെയ്യുന്ന
കുറെ ഇഷ്ടത്തോടെ നോക്കി നടന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു സെന്റർ പീസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു വുഡൻ ട്രേ ഒക്കെ എടുത്ത് അതിലേക്ക് നമ്മുടെ ഫോം ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. ഈ ഫോം കട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലത് എനിക്ക് ഫോം കിട്ടാഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ബെറീസും ലീഫും ഒക്കെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. ഇതേപോലെ നമുക്ക് നാച്ചുറൽ ലീഫും പൈൻ കോൺസും ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ പൈൻ ലീവ്സും ഒക്കെ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീവ്സും നമുക്ക് ക്രാഫ്റ്റിന്റെ ഒക്കെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പല ഷേപ്പിലുള്ള നാച്ചുറൽ ലുക്ക് വരുന്ന ലീഫുകൾ. അപ്പൊ അതും ഇങ്ങനെ ഫില്ല് ചെയ്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് ഒട്ടും കാണാത്ത രീതിയിൽ പല പല ഷേപ്പിലെ ലീഫുകളും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ ബെറീസ് തന്നെയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ ലീഫ് വെച്ച് അതിനകത്തേക്ക് 2 ബെറീസ് വെച്ച് ഇങ്ങനെ ഞാൻ കുത്തി കൊടുക്കുവാണ്. അപ്പൊ അത് ലീഫുകൾക്കിടയിലൂടെ ഈ ബെറീസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ലീവ്സും ബെറീസും ഒക്കെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. നമ്മുടെ ടേബിൾ ഡെക്കർ റെഡി. അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മുടെ പ്രെയർ ഏരിയയിൽ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുകയാണ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എത്ര സന്തോഷം തരുമെന്ന് നമുക്കല്ലേ അറിയൂ. ഈ 2 ഡെക്കറും നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.